കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനും ഗ്രഹണം വരും. അതുപോലെ ഭദ്രന്റെ ജീവിതത്തിൽ ഒരു ഗ്രഹണകാലം ഉണ്ടായി. അങ്ങനെ കരുതിയാൽ മതി. ആ അമ്മ വാ. പിന്നെ എന്തൊക്കെയാ പുറത്തെ വിശേഷങ്ങൾ? എന്നെ ജയിലിൽ കയറ്റിയിട്ട് ആ ദേവിക സുഖിച്ചു വാഴുവാണോ അവിടെ? അതിനവള് നാട്ടിലില്ലടാ. ഇല്ലേ? അവൾ എവിടെ പോയി? അവളും അവളുടെ കുടുംബവും കൂട്ടത്തോടെ സിറ്റിയിലേക്ക് കെട്ടിയെടുത്തു. ഇപ്പൊ അവറ്റുകളുടെ പൊറുതി അവിടെയാ. ഓ, അവൾ ഏത് നരകത്തിൽ പോയി താമസിച്ചാലും ശരി തന്നെ, അവളും ഞാനും തമ്മിലുള്ള കല്യാണം ഉടനെ നടക്കണം. അത് നടന്നേ തീരൂ. അതെൻ്റെ ഒരു വാശിയാ. അവളോടുള്ള എൻ്റെ പക അവളെ താലി കെട്ടി കൂടെ പൊറപ്പിച്ചു വേണം എനിക്ക് തീർക്കാൻ. കല്യാണം എപ്പോൾ നടത്തി തരും? അതാ ഇപ്പം എനിക്കറിയേണ്ടത്. നീ പുറത്തിറങ്ങിയല്ലോ, ഇനി എപ്പോൾ വേണമെങ്കിലും നടത്താം. നീയായിട്ടുള്ള വിവാഹത്തിന് ദേവികയെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് ആ സുലോചന വാക്ക് തന്നിട്ടുള്ളതാ. ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാ വിളിക്കേ, വേഗം വിളിക്കേ. എന്നിട്ട് സ്പീക്കറിലിട്. വിളിക്കേ. ഇവരിപ്പൊ എന്തിനാ വിളിക്കുന്നേ? അയ്യോ, വല്ല ഏടാകൂടോ ആണോ? ഇനിയിപ്പൊ തെറി പറയാനായിരിക്കോ? അവസാന നിമിഷം ഞാൻ കളം മാറിയതിന്റെ കലി ചിലപ്പോ കാണുമായിരിക്കും. എന്തായാലും എടുക്കാം. ഹലോ സുലോചനെ, എന്തൊക്കെയുണ്ടടി വിശേഷങ്ങള്? എടി, നീ കൂടെ നിന്നിട്ട് അവസാനം കാല് മാറിയല്ലേടി? അല്ല, അത് ഭദ്രനുമായിട്ടുള്ള വിവാഹത്തിന് ദേവിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്ന് നീ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. അത് നിനക്ക് ഓർമ്മയുണ്ടോ? അതോ അതും മറന്നോ നീ? അയ്യോ, അത് ഞാൻ പിന്നെ മറക്കുവോ? എന്നിട്ട് എന്തായി? അവളെ സമ്മതിച്ചോ? നീ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചോ? അതിപ്പോ ഭദ്രനിപ്പോ ജയിലിലല്ലേ? ജയിലിൽ ഇറങ്ങിക്കോട്ടെ. എടി, അവൻ ജീവിതകാലം മുഴുവനും ജയിലിൽ അട്ടിപ്പേർ കിടക്കുന്നാണോ നീ വിചാരിച്ചത്? അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങിയോ? എപ്പോ? ഇപ്പോ. ഇനി അവൻ പുറത്ത് തന്നെ കാണും. എപ്പോ അവനും അവളും തമ്മിലുള്ള കെട്ട് നടത്താം, അത് പറയേ. അത് എന്താടി, വാക്ക് മാറാനുള്ള ഉദ്ദേശം വല്ലതും ഉണ്ടോ നിനക്ക്? ഞാനങ്ങനെ വാക്ക് മാറ്റോ? അതെ സ്വർണ്ണമേ, നാളെ എന്റെ മോൾ അഞ്ജിതയുടെ കല്യാണോ. ഓഹോ, അത് ശരി. എന്നിട്ട് അത് നീ ഞങ്ങളെ ഒന്നും അറിയിച്ചില്ലല്ലോ. അത് പിന്നെ പെട്ടെന്നായിരുന്നു, അതുകൊണ്ടാ. ശരി ശരി, നീ വിഷയത്തിലേക്ക് വാ. ഇവരുടെ കല്യാണം എപ്പോഴത്തേക്ക് നടത്താം? ഉടനെ നടത്താം. നാളെ എന്റെ മോളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ടെല്ലാം വേണ്ടതുപോലെ ചെയ്യാം. അതുവരെ ദേവി ഇത് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ സ്വർണ്ണമ്മേ? ശരി ശരി, തൽക്കാലം ഞങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. കല്യാണം നടക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ വിളിക്കും. ഓ, അവള് കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കട്ടെ. അവളുടെ സന്തോഷമൊക്കെ അധികം വൈകാതെ മായും. ഞാനിത് മായ്ക്കും. മലനിരയുടെ നെഞ്ചുപോലൊരു മനസ്സ്